ഹായ് ഫ്രണ്ട്സ്, അപ്ഡേറ്റ് കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി പ്രദീപ്. വെൽക്കം ടു ചേസിംഗ് ദ വണ്ടർ. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഏത്? ഉത്തരം INS ജഡായു. മിനിക്കോയിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല ഏത്? ഉത്തരം MG സർവകലാശാല. ലോക ആരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ നഗരം ഏത്? ഉത്തരം കൊച്ചി. ChatGPTക്ക് സമാനമായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച ചൈനീസ് സെർച്ച് എഞ്ചിൻ ഏത്? ഉത്തരം ബെയ്ഡു. നിർമ്മിത ബുദ്ധി കമ്പനിയാണ് ബെയ്ഡു. എർണി എന്ന പേരിട്ട ചാറ്റ് ബോട്ട് ചൈനീസ് ആപ്പ് സ്റ്റോറുകളിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. 14ാമത് പാക് പ്രസിഡന്റായി ഇപ്പോൾ അധികാരത്തിലെത്തിയത് ആര്? ഉത്തരം ആസിഫ് അലി സർദാരി. 2ാം തവണയാണ് സർദാരി പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. 2007 ഡിസംബർ 27 റാവൽപിണ്ടിയിൽ വെച്ച് വധിക്കപ്പെട്ട മുൻ പാക് പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവാണ് ആസിഫ് അലി സർദാരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവായുധ വാഹക ശേഷിയുള്ള ബഹുലക്ഷ്യ മിസൈൽ ഏത്? ഉത്തരം അഗ്നി 5. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന ആദ്യ പരീക്ഷണം വിജയകരമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രമാണ് മിസൈൽ വികസിപ്പിച്ചത്. അഗ്നി 5 പരീക്ഷണ വിജയത്തോടെ US, UK, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട സംഘത്തിൽ ഇന്ത്യയും ഇടം നേടി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം സി സ്പേസ്. 2024 ഇറാസ്മസ് പ്രൈസ് നേടിയത് ആര്? ഉത്തരം അമിതാവ് ഘോഷ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഏകദേശം 1.35 കോടി രൂപയാണ് പുരസ്കാരത്തുക. നെതർലൻഡ്സ് രാജാവ് രക്ഷാധികാരിയായ ഇറസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്നതാണ് പുരസ്കാരം. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വനിത ആര്? ഉത്തരം സുധാമൂർത്തി. ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷയും സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ്. ഇൻഫോസിസ് സ്ഥാപക ചെയർമാൻ NR നാരായണമൂർത്തിയുടെ ഭാര്യയാണ് സുധാമൂർത്തി. മുംബൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ക്രിസ്റ്റീന ഫിസ്കോവ. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര് എന്ത്? ഉത്തരം സാമൂരി നോറം. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആര്? ഉത്തരം കോട്ടയം സ്വദേശി AS രാജീവ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുൻ MD ആണ് ഇദ്ദേഹം. ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനം ഏത്? ഉത്തരം നഫീസ്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്ത്? ഉത്തരം നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അതിദരിദ്ര രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഉത്തരം ദക്ഷിണ സുഡാൻ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓസ്കാർ പുരസ്കാര വിശേഷങ്ങൾ. അണുബോംബിന്റെ സൃഷ്ടാവ് J. റോബർട്ട് ഓപ്പൺഹൈമറുടെ ജീവിതം പറഞ്ഞ ഓപ്പൺഹൈമറിന് മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, നടൻ കിലിയൻ മർഫി, സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ എന്നിവയുൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി. ചിത്രം പൂവർ തിങ്സ്.
മികച്ച അന്താരാഷ്ട്ര ചിത്രം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച ആനിമേഷൻ ചിത്രം ദി ബോയ് ആൻഡ് ദി ഹെറൺ. 2024 മാർച്ച് 30 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തുടങ്ങിയ പ്രമുഖർ സമരത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. സത്യാഗ്രഹം പിൻവലിക്കാൻ 1925 ഒക്ടോബർ 8 ഗാന്ധി സത്യാഗ്രഹികൾക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാക്കാൻ വൈകിയതുമൂലം പ്രക്ഷോഭം അടുത്ത മാസമാണ് പിൻവലിച്ചത്. പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ലൂയിസ് മോണ്ടിനെഗ്രോ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം വിജയ് ഛേത്രി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. ആരാണ് കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്? ഉത്തരം ജുഡിത്ത് സുമിൻവ. സ്ലോവാക്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം പീറ്റർ പെലിഗ്രിനി. അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം സൈമൺ ഹാരിസ്. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. IPL-ൽ 100 ക്യാച്ചും 100 വിക്കറ്റും 1000 റൺസും എടുക്കുന്ന ആദ്യത്തെ താരം ആര്? ഉത്തരം രവീന്ദ്ര ജഡേജ. 2024 ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ISROയുടെ ദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ 3. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.